റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാനൊരു വലിയ അയിലയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതാണെങ്കിൽ അത് മുഴുവനത്തോടുകൂടി തന്നെ നമുക്കിതുപോലെ വരഞ്ഞിടാം. പിന്നെ 3 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ ഒരു 2.5 ടീസ്പൂൺ. അത് നോർമൽ മുളക് പൊടിയാണെങ്കിൽ 1.5 ഇട്ടാൽ മതിയാവും. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ, കുറച്ച് വേപ്പില, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, 4 പച്ചമുളക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു 4 അല്ലി ചതച്ച് വെച്ചിട്ടുണ്ട്, വലിയ വെളുത്തുള്ളിയാണ് 4 അല്ലി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി, പിന്നെ കുടംപുളി ഒരു ചെറിയ കഷ്ണം കുടംപുളി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. കുടംപുളി നിങ്ങൾ പുളിക്കനുസരിച്ച് വലിപ്പം കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. പിന്നെ വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കണമെങ്കിൽ ചെറിയ ഉള്ളി കുറച്ച് അധികം വേണ്ടി വരും. അതുകൊണ്ട് ചെറിയ ഉള്ളി അല്ല ഞാനിപ്പോൾ സവാളയാണ് എടുത്തിട്ടുള്ളത്, മസാല കുറച്ച് അധികം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് നന്നായി ഇളക്കി അതിലേക്ക് കുറച്ച് ഉപ്പിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വഴന്ന് കിട്ടും. നല്ല ഫ്രൈ ആയി വരണ്ട, ഒന്ന് വഴന്നാൽ മതിയാവും. അപ്പോൾ അതുകൊണ്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് അതിന് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചതിന് ശേഷം നമുക്കത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വഴന്ന് വരട്ടെ. ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ടാൽ മതിയാവും ആ സമയത്ത്, അല്ലെങ്കിൽ അത് അടിയിൽ ഒന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്ര വഴന്നാൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് പോകുന്നവരൊന്ന് ഇളക്കി എടുക്കണം, ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമുക്ക് അതിന് ശേഷം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്നിട്ട് ഇളക്കുക. കുറച്ച് വേപ്പില ഇടാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ഇട്ടിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് സവാളയും ഒന്നും കൂടിയും വഴന്ന് കിട്ടും. തക്കാളിയും നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുവേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റോളം മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഞാനത് 2 മിനിറ്റിന് ശേഷം തുറന്ന് തക്കാളിയൊക്കെ ഒന്ന് കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അധികം പഴുക്കാത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ ഉടഞ്ഞു കിട്ടാൻ കുറച്ച് പണിയാവും. ഒന്ന് വഴന്നതിന് ശേഷം തക്കാളിയൊക്കെ നന്നായി വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വെച്ച മസാലകൾ ആഡ് ചെയ്യാം. മസാല എന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കാശ്മീരി ചില്ലിയാണ്. ഞാനതുകൊണ്ട് 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരും എരിവിനനുസരിച്ച് ചേർത്താൽ മതിയാവും. എന്നുവെച്ചാൽ പെപ്പറും ആഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ മുളകും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മുളകിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ മുളക് പൊടി ചേർക്കാം. ഇതിപ്പോൾ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നല്ല കളർ കിട്ടും, എരിവ് കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ 2.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇതിൻ്റെ മസാലയുടെയൊക്കെ റോസ് സ്മെല്ല് പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് അതിൻ്റെ മസാലയുടെ റോസ് സ്മെല്ല് പോയതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വെച്ച കുടംപുളി, ആ കുടംപുളി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലാണ് ഇട്ട് വെച്ചത്. ആ വെള്ളത്തോടു കൂടി തന്നെ ഞാൻ ഈ പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മീൻ വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർക്കണം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് ഗ്രേവി ഒട്ടും വേണ്ട, നിങ്ങൾക്ക് മസാല പോലെ തന്നെ കവർ ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അത് വലിയ ഫിഷ് ആയതുകൊണ്ട് കുറച്ചൊന്ന് പകുതിയെങ്കിലും ഒന്ന് മുങ്ങാൻ വേണ്ടി ഞാൻ 1 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്നുവെച്ചാൽ വലിയ മീനാണത്, അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇതൊന്ന് നമുക്കൊന്ന് വറ്റി ഒന്ന് കുറുകി വരും. മീൻ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അയില തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് അയില വെച്ച് കൊടുക്കാം. ഇത് ചെറുതൊക്കെ ആണെങ്കിൽ മുഴുവനോട് തന്നെ നമുക്ക് വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ വലിയതായതുകൊണ്ട് തന്നെ 2 ആക്കി എടുത്തിട്ടുണ്ട്. ഒരു അയില 2 ആക്കി എടുത്തിട്ടുണ്ട്.
ഇതുപോലെ കുറച്ച് ഇതിൻ്റെ മീതൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രേവിയൊക്കെ അതിൻ്റെ മീത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അതിന് ശേഷം നമുക്കൊരു ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് പതുക്കൊന്ന് എടുത്തൊന്ന് ചുറ്റിച്ചിട്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു സൈഡ് മുകളിലത്തെ ഭാഗം ഗ്രേവിയിൽ അധികം മുങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് തിരിച്ചിട്ടിട്ട് പതുക്കെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും ഒരു 5 മിനിറ്റോളം ഒന്ന് കവർ ചെയ്തിട്ട് മൂടി വെച്ചൊന്ന് മറ്റേ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ടാവും, എന്നാലും നമുക്ക് മറ്റേ സൈഡും കൂടി ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇതുപോലെ ഗ്രേവിയൊക്കെ ഒന്ന് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒത്തിരിയും കൂടി ഒന്ന് ഗ്രേവി ഭയങ്കരമായിട്ട് തിക്കാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ എനിക്ക് പാകത്തിനുള്ള ഗ്രേവി പാകത്തിനുള്ളതായിട്ടുണ്ട്. പിന്നെ പുളി നിങ്ങളുടെ ഓരോരുത്തരുടെ പുളിയുടെ അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ അയില റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് നമ്മളിടുന്ന വീഡിയോസ് ആദ്യം തന്നെ കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.